പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സാബു പരിധികുഴി. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പൂന്തുറയിലാണ്. എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ ഓലമേഞ്ഞ കുടിലിന് 40 വർഷത്തോളം പഴക്കമുണ്ടത്രേ. ഈ ഓലമേഞ്ഞ കുടിലിനുമുണ്ട് ചരിത്രങ്ങൾ പറയാൻ. വരൂ പറയാം. പൂന്തുറയിലെ തക്കല ഭഗവാൻ ആരായിരുന്നു? തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലുള്ള തക്കല സ്വദേശിനി ആയിരുന്നതിനാലാണ് അദ്ദേഹം തക്കല ഭഗവാൻ എന്നറിയപ്പെട്ടത്. ഒരു അവധൂതനായി ജീവിച്ചിരുന്ന അദ്ദേഹം എപ്പോഴാണ് പൂന്തുറയിൽ എത്തിയതെന്ന് കൃത്യമായി രേഖകളിലില്ലെങ്കിലും മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഈ തീരദേശത്തേക്ക് അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ചിലവഴിച്ചു. ഓലക്കുടിലിൻ്റെ പ്രത്യേകതകൾ സാധാരണക്കാരിലും സാധാരണക്കാരനായി ജീവിച്ചിരുന്ന ഒരു യോഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ചരിത്രവും ഈ കുടിലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വലിയ കൊട്ടാരങ്ങളോ ആശ്രമങ്ങളോ പണിയുന്നതിന് പകരം കടലോരത്തെ ഒരു ചെറിയ ഓലക്കുടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കുടിൽ ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു എന്നത് അത്ഭുതകരമാണ്. കടൽക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പൂന്തുറയിലെ ജനങ്ങളെ അദ്ദേഹം സംരക്ഷിച്ചിരുന്നതായി പഴയ തലമുറ വിശ്വസിക്കുന്നു. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ അദ്ദേഹം കടൽ തീരത്ത് വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അത്രയും. ജാതിമതഭേദമന്യേ എല്ലാവരും അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഇന്നും ഈ കുടിൽ ഒരു പുണ്യസ്ഥലമായി പൂന്തുറ നിവാസികൾ സംരക്ഷിക്കുന്നു. ചരിത്രത്തിൽ ഈ കുടിലിന് വലിയ സ്ഥാനമുണ്ട്. ജീവിതശൈലി ആധുനിക കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ഈ ഓലക്കുടിൽ അന്നത്തെ കാലത്തെ ലളിതമായ ജീവിതത്തിൻ്റെ അടയാളമാണ്. സമാധിയായ ശേഷവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഈ കുടിലിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നാട്ടുകാരുടെ സംരക്ഷണം ഒരു ട്രസ്റ്റിൻ്റെയോ വലിയ സംഘടനകളുടെയോ സഹായത്തേക്കാൾ ഉപരിയായി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും സാധാരണക്കാരുമാണ് ഈ ചരിത്ര സ്മാരകം ഇന്നും സംരക്ഷിച്ചു പോരുന്നത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.